കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ടാം ഘട്ട അന്വേഷണത്തിലേക്ക് ഇഡി കടക്കുമ്പോൾ നെഞ്ചിടിക്കുന്നത് CPM-നാണ്. കാരണം CPM-ന്റെ 25ഓളം അക്കൗണ്ടുകൾ, അനധികൃത അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിൽ കരുവന്നൂർ ബാങ്കിൽ തന്നെ ചില അക്കൗണ്ടുകൾ, 5ഓളം അക്കൗണ്ടുകളുടെ കാര്യത്തിലും റിസർവ് ബാങ്കിനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെയും അടക്കം ഇഡി വിവരങ്ങൾ കൈമാറി എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നത് ഇന്നലെയാണ്. ഇതിന് പിന്നാലെയാണ് സഹകരണ ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ, MK കണ്ണനെതിരെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. CPM-ന്റെ ജില്ലാ സെക്രട്ടറിയെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. കൂടുതൽ നേതാക്കളിലേക്ക് അന്വേഷണം പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇഡി ആഭ്യന്തര മന്ത്രാലയത്തിലടക്കം കൈമാറിയിട്ടുണ്ട് എന്ന വിവരങ്ങളും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു. അങ്ങനെ ഇഡി ഇത്തരത്തിൽ പിടിമുറുക്കുമ്പോൾ CPM-ന് നെഞ്ചിടിക്കുന്നു. ഇതിൽ നടപടി കുറച്ചുകൂടി അവർ കടുപ്പിക്കുന്നു. കൂടുതൽ നേതാക്കളെ ചോദ്യം ചെയ്യുന്നു. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃശൂർ ജില്ലാ സെക്രട്ടറി M.M. വർഗീസിന് ഇഡി നോട്ടീസ് നൽകിയിട്ടുണ്ട്. നമുക്ക് ഒപ്പം ഈ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ ഡാനി പോളും ഒപ്പം TG സജിത്തും ചേരുകയാണ്. ഡാനി, നേരത്തെ നമുക്കറിയാം ഈ പ്രധാനപ്പെട്ട MK വർഗീസ് അടക്കമുള്ള നേതാക്കളെ ഒരു തവണ ചോദ്യം ചെയ്തതാണ്. അന്ന് ചില വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇഡി അന്വേഷണ പിടിമുറുക്കുമ്പോൾ M.M. വർഗീസ് അടക്കമുള്ളവർക്ക് അത് നിർണായകമാകുന്നത് എങ്ങനെയാണ്? രഞ്ജിത്ത്, ഇതിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇഡി ആദ്യഘട്ട കുറ്റപത്രം അടക്കം സമർപ്പിച്ചൊരു സാഹചര്യം. അതിൽ നിന്ന് ഈ ഫേസിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുന്നു, കുറച്ചുകൂടി വ്യത്യസ്തമാകുന്നത് തന്നെയാണ്. കാരണം ഇതിൽ ആരുടെയും തന്നെ ഈ കരുവന്നൂർ വിഷയം പരാമർശിച്ചുകൊണ്ട്, പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി അടക്കം ഇവിടെ സംസാരിച്ചു പോയത്. അതിനുശേഷവും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യമായ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഇത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമുള്ളതായിരുന്നുവെന്ന എല്ലാ വിമർശനങ്ങളും ഉയരുന്നൊരു സാഹചര്യത്തിൽ തന്നെയാണ്. പക്ഷെ അപ്പോഴെല്ലാം ഇഡി ഇതിനു വേണ്ടി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ തന്നെയായിരുന്നു, അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു എന്ന് നമുക്ക് ബോധ്യമാവുന്നത് ഇതിൽ ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷമാണ്. കാരണം ഇതിൽ 3 മന്ത്രാലയത്തിനടക്കം അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാവർക്കും അടക്കം ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. RBIക്ക് അടക്കം റിപ്പോർട്ട് സമർപ്പിക്കുന്നു. അതോടൊപ്പം 25ഓളം അക്കൗണ്ടുകൾ ഇത് നിരീക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ തന്നെ സൂചനകൾ നൽകുന്നു. ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ മാത്രമാണ് ഈ കാലം ഉണ്ടായിരുന്ന ഒരു സൈലൻസ് ഇതൊരു തയ്യാറെടുപ്പായിരുന്നു എന്ന് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുകയും ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് കാലത്താണ് ഉണ്ടായതെന്നുള്ളൊരു വിമർശനം രാഷ്ട്രീയമായി ഉന്നയിക്കപ്പെടുമ്പോൾ പോലും ഇതിലുണ്ടായിരുന്ന ഒരു അഴിമതി അടക്കമുള്ള കാര്യങ്ങളിൽ ഉയരുന്ന ചോദ്യങ്ങൾ ചെറുതല്ല, അത് കനപ്പെട്ടത് തന്നെയാണ്. ആ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ എല്ലാം തന്നെയാണ് ഇപ്പോൾ നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അതിൽ M.M. വർഗീസ് വീണ്ടും ഹാജരാകുന്നു എന്നതാണ്. അദ്ദേഹത്തെ ഇതിനു മുൻപും പലതവണ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിപ്പിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും വിളിപ്പിക്കുന്നത് ഇപ്പോഴത്തെ റിപ്പോർട്ടും കാര്യങ്ങളും എല്ലാത്തിനും ശേഷമാണ് വീണ്ടും വിളിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ അന്വേഷണം വളരെ കാര്യക്ഷമവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് തന്നെ മനസ്സിലാക്കുന്നു. ഒപ്പം കൂടുതൽ പേരിലേക്ക്, കൂടുതൽ നേതാക്കളിലേക്ക് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ വരും. 100 കോടിയോളം രൂപയുടെ ഇടപാടുകൾ ഈ രീതിയിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഉത്തരം പറയേണ്ടതായ പല ചോദ്യങ്ങളുമുണ്ട്. അത് പലരിലേക്കും തന്നെ ഇപ്പോൾ നമുക്കറിയാം CPM-ന്റെ ജില്ലാ സെക്രട്ടറിയാണ് ചോദ്യം ചെയ്യാൻ നാളെ ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് M.M. വർഗീസിനെ. MK കണ്ണൻ അല്പം മുമ്പ് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇഡിയുടേത് രാഷ്ട്രീയ നടപടികളാണ്, അല്ലാതെ അതിനപ്പുറത്ത് CPM-ന് പേടിക്കാനായി ഒന്നുമില്ല. വ്യാജ അക്കൗണ്ടുകൾ ഇല്ല CPM-ന് ഒരു തരത്തിലും. അത്തരം പ്രചരണങ്ങൾ തെറ്റാണ്, ഇഡിയുടെ ആ തരത്തിലുള്ള നീക്കങ്ങൾ തെറ്റാണ് എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസം പാർട്ടിക്ക് കൈവിടുന്നത് എങ്ങനെയാണ്? ഒപ്പം M.M. വർഗീസിൽ മാത്രം ഈ ചോദ്യം ചെയ്യൽ ഒതുങ്ങുമെന്ന് കരുതാമോ ഈ ഘട്ടത്തിൽ? ഒരിക്കലും M.M. വർഗീസിലേക്ക് മാത്രം ഈ ചോദ്യം ചെയ്യൽ ഒതുങ്ങുമെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഇത് കഴിഞ്ഞ തവണ തന്നെ പലരെയും തന്നെ ചോദ്യം ചെയ്തിരുന്നു. അതിൽ AC മൊയ്തീൻ അടക്കമുള്ളവരെ വിളിപ്പിക്കുകയും ചോദ്യം ചെയ്യുകയും രണ്ടാമത് നോട്ടീസ് അയക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുകയുമാണ് ഉണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പലർക്കും അവിടെ ഉണ്ടായിരുന്ന കൗൺസിലർമാർ അടക്കമുള്ളവരിലേക്കെല്ലാം തന്നെ അന്വേഷണം
ആ നിര നീളുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് കൂടുതൽ പേരിലേക്ക് അന്വേഷണം വരും. ഇത്തരം ഈ പറച്ചിലുകൾ അല്ലാതെ അതിനപ്പുറത്തേക്ക് ക്രിയാത്മകമായ രീതിയിലേക്ക് ഇതിന് എന്താണ് ഇത് സംബന്ധിയായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് എന്നതാണ് CPM ഇനി നേരിടേണ്ടി വരിക. കാരണം ഇതിൽ 33-ാം പ്രതി കൂടി ആയ നേരത്തെ കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ ഭാഗമായിരുന്ന ഇതിൽ പെട്ടിരുന്ന മൊഴിയടക്കം മാപ്പുസാക്ഷിയായിരുന്ന ആ മൊഴിയടക്കം ഇതിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇവരെ പ്രതിരോധത്തിൽ CPM പ്രത്യേകിച്ച് പ്രതിരോധത്തിലാഴ്ത്തുന്നതാണ്. കാരണം അവിടെ ഉണ്ടായിരുന്ന ഈ ബൈലോ പ്രകാരമുള്ള ഒരു കാര്യങ്ങളല്ല അവിടെ നടന്നിരുന്നത്. വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിൽ പലർക്കും തന്നെയും പങ്കുണ്ട്. മിനിറ്റ്സുകളടക്കം തിരുത്തലുകൾ വന്നിരിക്കുന്നു തുടങ്ങിയ അടക്കമുള്ള നിരവധിയായ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെയും ഇപ്പോൾ രണ്ടാം ഘട്ടത്തിലേക്ക് ഈ കേസ് കടക്കുമ്പോൾ അത് CPM ഭയാശങ്കകൾ ആഴ്ത്തുന്നത് തന്നെയാണ് കാര്യത്തിൽ സംശയമില്ല. തുടരുക.